അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർബഊന ഹദീസ് സബക്ക് 12. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 42-ാമത്തെ ഹദീസ്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത്ത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല മൻ, ഒരുത്തർ, കാന ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്നു മിസ്കാലു ദർറത്തി മിൻ കിബർ, കിബറിൽ നിന്നുള്ള ഒരു അണിമണി തൂക്കം, അഥവാ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്പം ഒരു അണിമണി തൂക്കം വരെ അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 43-ാമത്തെ ഹദീസ് നോക്കുക. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മൻ, ഒരുത്തൻ, ശരിബൽ മാ, വെള്ളത്തെ കുടിച്ചാൽ ഖായിമൻ, എന്നവനായ നിലയിൽ, ആരെങ്കിലും ഇരുന്ന് കുടിക്കാതെ വെള്ളം നിന്ന് കുടിച്ചാൽ, ഫബത്തലാ അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കും, ബിബലാഇൻ, ഒരു പരീക്ഷണം കൊണ്ട്, ലാ ദവാ അലഹു, അതിനക്ക് മരുന്നില്ലാത്ത പരീക്ഷണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കും. അടുത്ത 44-ാമത്തെ ഹദീസ്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് ദിവസമായാൽ, യഖ്റുജു മിൻ ജഹന്നം, നരകത്തിൽ നിന്ന് പുറപ്പെടും, ഹയ്യത്തുൻ, ഒരു പാമ്പ്, സർപ്പം, യുസ്മുഹ, അതിൻ്റെ പേര് ജുറൈഷ് എന്നാണ്. ഇനി ലൊമീർ ഹാ എന്ന് ലൊമീർ മടക്കുന്നതൊക്കെ ഹയ്യത്തിലേക്കാണ്. ആ പാമ്പിൻ്റെ പേരെന്താണ്? ജുറൈഷാണ്. റഅസുഹ, അതിൻ്റെ തലയാകുന്നത് ഫൗഖസ് സമാഇ സാബിയത്തി, ഏഴാനാകാശത്തിൻ്റെ മേലെയാണ്. ഫൗക്ക് മേലെ, സമ ആകാശം, സാബിയത്തി ആകാശത്തിൻ്റെ മേലെയാണ് അതിൻ്റെ തല. വനരബുഹ, അതിൻ്റെ വാലാകുന്നത് തഹത്തൽ ആർത്തി സാബിയത്തി, ഏഴാം ഭൂമിയുടെ താഴെയാണ്. വശഫത്തുഹ, അതിൻ്റെ ചുണ്ട് മിനൽ മശ്രിഖി ഇലൽ മഗ്രിബി, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് അതിൻ്റെ ചുണ്ട്. സുമ്മ, പിന്നെ യുനാദി, അത് വിളിച്ചു പറയും, ഫി അറസ്വാത്തിൽ ഖിയാമത്തി, ആ ഖിയാമനാളിൻ്റെ തിരുമുറ്റത്ത് വെച്ച്, അറസ്വാത്ത് മുറ്റം, ആ മഅ്ശറ മൻസബിൽ തിരുമുറ്റത്തിൽ വെച്ച് അതിങ്ങനെ വിളിച്ചു പറയും, ഇലാഹി, എൻ്റെ ഐന അഹ്ലി, എൻ്റെ അഹ്ലുകാരെവിടെ. അപ്പോൾ ഫയഖൂലു ലഹാ ജിബ്രീൽ അലൈഹിസ്സലാം, ആ ഹയ്യത്തിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കും. ലഹ എന്ന് പറഞ്ഞാൽ ഹയ്യത്ത് കേട്ടോ. ആ പാമ്പിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കും, മാതാ തത്ലുബു യാ ജുറൈഷു, ജുറൈഷെ, നീ എന്താണ് തേടുന്നത്? അപ്പോൾ ഖാലത്ത്, ഹയ്യത്ത് പറയും, അത്തുലുബു, ഞാൻ തേടുന്നു, ഖംസത നഫരിൻ, 5 വിഭാഗത്തെ 5 സംഘത്തിനെയാണ് ഞാൻ തേടുന്നത്, മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയുടെ ഉമ്മത്തിൽ നിന്ന് 5 വിഭാഗത്തിനെയാണ് ഞാൻ തേടുന്നത്, അന്വേഷിക്കുന്നത്. അപ്പോൾ ഖാലമ ഔലായി, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, മാ ഔലായി, ഏതാണ് ആ കൂട്ടർ? അപ്പോൾ ഖാലത്ത്, ആ പാമ്പ് പറയും, ആ സർപ്പം പറയും, അവ്വലുഹ, 5-ൽ നിന്ന് ഒന്നാമത്തേത് താരിഖുസ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവരാണ്. ഒന്നാമത്തെ വിഭാഗം നിസ്കാരം ഉപേക്ഷിച്ചവർ. വസാനി, രണ്ടാമത്തേത് മാനിഉ സക്കാത്തി, സക്കാത്ത് തടഞ്ഞവർ, സക്കാത്ത് കൊടുക്കാത്തവർ. വസാലിസു, മൂന്നാമത്തെ വിഭാഗം ഷാരിബുൽ ഖംറി, കള്ളു കുടിക്കുന്നവർ, തണ്ണിയടിക്കുന്നവൻ. വറാബിഉ, നാലാമത്തേത് ആഖുൽ വാലിദൈനി, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ, ബുദ്ധിമുട്ടിക്കുന്നവർ. വൽ ഖാമിസു, 5-ാമത്തേത് മൻ, ഒരുത്തരാണ്, തകല്ലമ ബി കലാമി ദുനിയ, ദുന്യവിയായ സംസാരം കൊണ്ട് സംസാരിച്ച്, ഫിൽ മസ്ജിദ്, പള്ളിയിൽ. അപ്പോൾ പള്ളിയിൽ ദുന്യവിയായ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും തമാശയും ഐഹികമായ ദുന്യവിയായ സംസാരം കൊണ്ട് സംസാരിച്ചൊരുത്തർ 5-ാമത്തെ വിഭാഗം. ഈ 5 വിഭാഗത്തിനെയാണ് ഞാൻ തേടുന്നതെന്ന് ഈ സർപ്പമാകുന്ന ജുറൈഷ് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഅ്മാലുകളും സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.